കണ്ടക്ടർ ആട്ടോ ടിക്കറ്റ് മേടിക്കരുത്. ഇപ്പൊ അങ്ങനെയാ, കണ്ടക്ടർ ആട്ടോ ടിക്കറ്റ് മേടിക്കരുത്. ഞാൻ ചേട്ടാ അത് സാരമില്ല ഏട്ടാ, പൈസ മേടിക്കും. ഇന്നലെ ഒരു പെണ്ണ് നോക്കി ചിരിച്ചു, ആ പെണ്ണ് തിരിച്ചു അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആ പെണ്ണിന് താല്പര്യം ഉണ്ടായിട്ടില്ലേ? 100 പേരുണ്ടെങ്കിൽ അതിലൊരു 10-12 പേരുണ്ടാവും. പക്ഷെ അതാ 100 പേർക്ക് ചീത്തപ്പേരാക്കി 12 പേര്. രണ്ടുപേരും പറയും ഞാൻ. കാരണം ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കേസാ, ഞങ്ങൾ റൂട്ടിൽ തന്നെ കണ്ടോണ്ട കേസാ. പെണ്ണെന്നുള്ള ഒരാള് സമ്മതിക്കാണ്ട് നിന്നാലും പറ്റത്തില്ല. പക്ഷെ അല്ല, അതിനല്ല കോഴിത്തരം എന്ന് പറയുന്നത്. എല്ലാ പെണ്ണുങ്ങളെയും ഒരുപോലെ നോക്കുന്നത് അതല്ലേ കോഴിത്തരം. ഋതു ആൻഡ് വൈശാഖ്, വെൽക്കം ടു ഇൻഫ്രെയിം മീഡിയ. താങ്ക് യു. നിങ്ങൾ ആരൊക്കെയാണ്? ഞങ്ങളൊക്കെയാണ്. ഋതു വൈശാഖ് ഒരു വൈറൽ കപ്പിൾസ് ആണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. ബസ്സിലാണ് അവരുടെ റീലുകൾ കൂടുതലും ഉണ്ടാവാറുള്ളത്. പിന്നെ ഹൈറ്റ് സംബന്ധമായിട്ടുള്ള, അങ്ങനെ ഹൈറ്റ് കൂടിയ ലേഡി, ഹൈറ്റ് കുറഞ്ഞ പെപ്പെ എന്ന് പറഞ്ഞാൽ അറിയാവുള്ളൂ. പെപ്പെ, ഇതായിരുന്നു ഇവരുടെ കോംബോ. ഫസ്റ്റ് എങ്ങനെയാണ് വൈറലായത്? എന്തൊക്കെയാണ് നിങ്ങളുടെ പുത്തൻ വിശേഷം? പുത്തൻ വിശേഷങ്ങൾ പറഞ്ഞു. കണ്ടക്ടർ ലൈസൻസ് എടുത്തിട്ടുണ്ട്, അതാണ് മെയിൻ. ബസ്സായിരുന്നു ഇവരുടെ മെയിൻ. ഇപ്പൊ ഇതേ ഋതു കണ്ടക്ടർ ആയിട്ട് ലൈസൻസ് എടുത്തു. അതെ, ബസ്സിലെ ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുന്നു. അതെ, ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്തു. പിന്നെ ബസ്സിലെല്ലാം മൊത്തത്തിൽ യാത്ര ചെയ്യാൻ. ഇപ്പൊ ബസ്സിൽ കയറി ടിക്കറ്റ് കൊടുക്കാൻ. അതെ, നാളെ ഒരു ബസ്സും മേടിക്കണം, ലോൺ ഇട്ടല്ലേടാ. ഞാൻ ചില സമയത്ത് ഓർക്കാറുണ്ട്, നിങ്ങളുടെ ബസ് ആയിരിക്കോ, വാങ്ങിച്ചോ? എപ്പോഴും ബസ്സിന്റെ വീഡിയോസ് ഇടുമല്ലോ. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നാ ബസ് വാങ്ങിക്കുന്നത്. നമുക്ക് വീഡിയോ ഒക്കെ ചെയ്താലും നമുക്ക് സ്വന്തം ബസ് ആണല്ലോ. നമുക്ക് സ്വന്തം ബസ് പോലെ എത്ര ബസ് ഉണ്ടല്ലേ, ഏതൊക്കെ റൂട്ടിൽ നിന്ന് വിളിക്കുന്നത് അറിയുമ്പോ, ചേച്ചി ചേട്ടാ ഒരു ദിവസം വരുമോ, ഞങ്ങളുടെ വണ്ടിയും കൂടെ ഒന്ന് റീച്ച് ആക്കിത്താ, വീഡിയോ ചെയ്യോ, ഡ്യൂട്ടി എടുക്കാം. അപ്പൊ നമുക്ക് ബസ്. പക്ഷെ ഇപ്പൊ എനിക്ക് ലൈസൻസ് എടുത്തപ്പം ഇതാകുമ്പോ ഫുൾ ടൈം കൂടെ ഉണ്ടാകും, 2 കണ്ണും ഫുൾ ടൈം ഉണ്ടാവും, പിന്നെ പൈസ പുറത്തേക്ക് പോകത്തില്ല. അങ്ങനെ വെച്ചപ്പോ തമാശക്ക് ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ബസ്സിൽ ഒരു കണ്ടക്ടർ ലൈസൻസ് എടുക്കാൻ കാരണം എന്താ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സ്ഥിരമായിട്ട് തൊടുപുഴയിൽ കലൂർന്ന് ഒരു വണ്ടിയുണ്ട്, TMS. എടുത്തു പറയാണ്, ആ വണ്ടിയിൽ നമ്മുടെ മാനേജർ ഉണ്ട്, ജസ്സിൻ എന്നാണ് പേര്. പുള്ളി ഒരു ദിവസം ഇങ്ങനെ ഉച്ച സമയം പറഞ്ഞു, എടി എനിക്ക് വയ്യ, നീ ഒന്ന് ടിക്കറ്റ് കൊടുക്ക് എന്നൊരൊറ്റ ഡയലോഗാണ്. അപ്പൊ ഞാൻ ചേട്ടാ എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്നെ ഇങ്ങനെ വിഷയം വന്ന്, എന്റെ ആശാനാണ് പുള്ളി വന്നിട്ട്, അമ്മ പഠിപ്പിച്ച ആളാണല്ലോ ആശാന്. പുള്ളി വന്നിട്ട് എന്നെ കാണിച്ചിട്ട് ഇന്നോലെയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇന്നോലെ ഇങ്ങനെ ജസ്സിൻ ചേട്ടൻ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പഠിപ്പിച്ചു, ലൈസൻസ് എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നീ എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ പോയി എല്ലാ ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു, എക്സാം എഴുതി പാസ്സായി. അങ്ങനെയാണ് ലൈസൻസ് എനിക്ക് കിട്ടിയത് പോലും. അപ്പൊ കുറെ പേര് വണ്ടിയിലെ ആൾക്കാർ തന്നെ പറയും, ലൈസൻസ് ഇല്ലെങ്കിലും ടിക്കറ്റ് കൊടുക്കാലോ. ഞാനിപ്പോ ചുമ്മാ എന്നാലും എടുത്തോന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാനായാലും ആരായാലും ലൈസൻസ് ഇല്ലെങ്കിലും ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്കൊരു ലൈസൻസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ലൈസൻസ് ആണ്. ഈ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലാതെ പുറമേ ഉള്ളവർക്ക് ഇങ്ങനെ കണ്ടക്ടർ ലൈസൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നുള്ളത് വലിയ അറിവില്ലാത്ത കാര്യം. ഞാൻ ബസ് എന്ന് പറയുമ്പോ അത് ശരിയാണ്. ചുമ്മാ പോയി ബസ്സിൽ പണിയെടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഡ്രൈവർ ആവണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം. പക്ഷെ കണ്ടക്ടർ ആണെങ്കിൽ നമുക്ക് ചുമ്മാ കയറാം. അങ്ങനെ ഒരു ധാരണയുണ്ട്. അതുണ്ട്, ശരിയാ. അതിപ്പോ അറിയാത്ത ആൾക്കാരുണ്ട്. അത് എന്താ കുറ്റം പറഞ്ഞല്ല കേട്ടോ. എന്റെ റീസെന്റ് വീഡിയോയുടെ അടിയിൽ അതിന് പ്രൈവറ്റ് ബസ്സിലൊക്കെ ലൈസൻസ് വേണോ? KSRTC വേണം, പ്രൈവറ്റില് എല്ലാത്തിനും. അപ്പൊ ആ പുള്ളിയോട് പറഞ്ഞു, ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറാ. ഞാൻ പറഞ്ഞു, അത് ശരി. അപ്പൊ ചേട്ടൻ അറിയാതെയാണോ ചേട്ടൻ ടിക്കറ്റ് കൊടുക്കണേന്ന് ചോദിച്ചു. നമുക്ക് എപ്പോഴും ഒരു ലൈസൻസ് ഉണ്ടാകും. നമ്മൾ നിയമം പിടിവള്ളിയാണ്. നമുക്ക് നിയമം ഫോളോ ചെയ്യണമല്ലോ. നമ്മൾ അങ്ങനെയല്ല, ചില നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് അതനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ നമുക്കുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് ബസ്സിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബസ് ഭയങ്കര സ്പീഡിൽ ഓടിക്കുമ്പോ ഋതു ഷെയ്ക്കായി പോവാണ്ട? അങ്ങനെയില്ല. നമുക്ക് ഫസ്റ്റ് ഒരുമിച്ച് ഡ്യൂട്ടി ചെയ്യുന്നത് നമ്മൾ മീരാസ് എന്ന് പറഞ്ഞൊരു വണ്ടിയില്ല, നമ്മുടെ മൂവാറ്റുപുഴ മണ്ണപ്പുറം റൂട്ടില്. ആ വണ്ടിയാണ് ഫസ്റ്റ് നമ്മുടെ ഒരു 2 ബ്രദേഴ്സ് നടത്തുന്ന വണ്ടിയാണ്. അതിൽ കോയ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മൾ ചേച്ചിയും ചേട്ടൻ ഒരു ദിവസം വരൂ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും നമ്മൾ വിളിക്കത്തില്ല. നമ്മളിപ്പോ സ്റ്റാർട്ടിങ് അല്ലേ, ഇപ്പൊ എല്ലാ വണ്ടിയും അങ്ങനെ പുള്ളി ഓടിക്കുന്ന എറണാകുളം റൂട്ടാണ്. ഞാൻ ഡ്യൂട്ടി പോലും എടുക്കാത്ത ഒരാളാണ്. അപ്പൊ ഞങ്ങൾ വിശ്വസിച്ച് പുള്ളിയാണ് നമ്മളെ വിളിച്ച്, അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഡ്യൂട്ടി എടുത്തത്. ഒരു ട്രിപ്പ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്നും ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പൊ നമുക്ക് ബസ്സിൽ ഇപ്പം തിരക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനിടയിൽ ടിക്കറ്റ് കൊടുക്കാന്ന് പറയുമ്പോ കുറച്ചുകൂടെ. അത് ശരി. ഞാൻ ബസ്സിന്റെ വിൻഡോ സീറ്റിൽ ഇരുന്നാലും സൈഡിൽ കമ്പി ഉണ്ടെങ്കിലും ഒരു കൈ എപ്പോഴായാലും വളവായി ഇങ്ങനെ നമ്മള്, ചേച്ചിക്ക് അറിയാമായിരിക്കില്ല, ചേച്ചിയും ട്രാവൽ ചെയ്യുന്ന ആളാണല്ലോ. എങ്ങനെയായാലും നമ്മളൊരു വളവ് കാണുമ്പോൾ തന്നെ നമ്മൾ മുൻകൂട്ടി സ്ഥിരം പോണ റൂട്ടാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി കൈയോടെ പിടിക്കും.
അങ്ങനെ പിടിച്ച ആളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ നിൽക്കുമ്പോ ഇങ്ങനെ കാല് സ്റ്റൈലായിട്ടൊക്കെ നിൽക്കാൻ പറ്റും. ഞാൻ തന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് എടാ ഞാൻ കാല് കവച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ആൾക്കാർ പ്രൊഫഷണൽ എന്ന് പറയും. പക്ഷെ നമ്മളത് ഓട്ടോമാറ്റിക് നമ്മൾ മനസ്സിൽ നമ്മൾ പറയുന്നത് ബ്രെയിൻ മുൻകൂട്ടി കാണും. അപ്പൊ നമുക്കത് വളമാണ്. അതായത് എന്നോട് എല്ലാരും പറഞ്ഞ കാര്യം, എപ്പോഴും ബസ്സിൽ നിൽക്കുമ്പോൾ ഒരു ബ്രേക്ക് ഓൾറെഡി നമ്മളത് നിശ്ചയിച്ചിട്ടാണ് നിൽക്കാൻ. ഏത് ടൈമിലായിരിക്കും ചിലപ്പോൾ ഇവരിപ്പോ മുൻപിൽ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടും. ചിലപ്പോൾ നമ്മൾ ആരും ചിന്തിക്കത്തില്ല, അവർക്ക് മുമ്പിൽ എന്തെങ്കിലും കാണുമ്പോൾ ഇതാണെങ്കിൽ ബ്രേക്ക് ഇടും. അപ്പൊ അത് ഞാൻ പെട്ടെന്ന് ഓൾറെഡി നോട്ട് ചെയ്തിട്ടാണ് ബാലൻസ് ചെയ്ത് നിൽക്കാറുള്ളൂ. ഋതുവിന് എന്തായാലും അത്യാവശ്യം ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഋതു ഒരു കണ്ടക്ടർ ആയിട്ട് കയറിയപ്പോ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? കണ്ടക്ടർ ആയിട്ട് കയറാം, വേറെ ഒരുപാട് ജോലി ചെയ്യാൻ പറ്റില്ലേ? ഞാൻ ആക്ച്വലി ഇത് ജോലിയായിട്ട് ജോലി എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം ഞാൻ ലൈസൻസിൽ പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ടിക്കറ്റ് കൊടുക്കുന്നു പറഞ്ഞപ്പം എനിക്കൊരാഗ്രഹം. എന്നാ പിന്നെ പുള്ളിയുടെ കൂടെ അതാകുമ്പം എപ്പോഴും ബസ്സിലെ റീലൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഈ പെണ്ണെ ഫുൾ ടൈം ബസ്സിലാണോ? ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോഴല്ലോ ഞങ്ങൾ നോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഇവര് മിണ്ടുന്നുണ്ടോ, വീഡിയോ ഞങ്ങൾ മിണ്ടി കഴിഞ്ഞാൽ എന്നെ വർത്താനം പറിച്ചില്ല. ഞങ്ങൾ ഒന്നത്തെ കേസ് മിണ്ടാറില്ല. ഇതാവുമ്പോ ആർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഡ്രൈവറും കണ്ടക്ടറും ആണല്ലോ, എന്തെങ്കിലും ഇടയ്ക്ക് പോയി വിൻഡോയും ചെയ്യാം, ഒരുമിച്ച് ഫുൾ ടൈം കൂടെ ഉണ്ടാകാമല്ലോ. അങ്ങനെയുള്ളൊരു ഇതിലാണ്, അല്ലാതെ ജോലിയായിട്ടല്ല. എനിക്ക് ആദ്യം ഒന്നും അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് ഇങ്ങനെ എക്സാം ഒക്കെ ഉണ്ട് കേട്ടോ, എക്സാം ഒക്കെ ഇങ്ങനെ ഞാൻ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു, ഇങ്ങനെ ഭയങ്കരമായിട്ട് പഠിച്ചു. അപ്പൊ അവിടെ ചെന്നപ്പോ ആകെ ഉണ്ടായിരുന്ന ഒരു ലേഡി ആയിട്ട് ഞാനാ. അപ്പൊ എന്നോട് അവിടെ ചെന്നപ്പോ നമ്മുടെ തൊടുപുഴയിൽ ആർ ടി ഒ സാർ ചോദിച്ചു, KSRTC-ലേക്കാണോ? അല്ല സാർ പ്രൈവറ്റിലേക്ക്. പ്രൈവറ്റിലേക്കോ? അതെന്താ? പറഞ്ഞു ഹസ്ബൻഡ് ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണ്, KSRTC കൊടുക്കുക. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോഴെല്ലാരും കണ്ടക്ടർ ലൈസൻസ് പറയുമ്പോ KSRTC-ലേക്കാണോ എന്നാണ് ചോദിക്കുന്നത്. അവര് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കണമെന്നുള്ളൂ. പ്രൈവറ്റ് ബസ്സിൽ ഇപ്പൊ ലൈസൻസ് എല്ലാവർക്കും ഒന്നുമില്ല, നിസ്സാര ആൾക്കാർക്ക് ലൈസൻസ് ഉണ്ടാവുള്ളൂ. അത് അവര് ശ്രദ്ധിക്കത്തില്ല. പെട്ടെന്ന് KSRTC എന്ന് പറയുമ്പോ വല്ല എന്തെങ്കിലും തട്ടുകേട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവരത് ചോദിക്കുള്ളൂ. അത് അങ്ങനെ ചോദിക്കാറില്ല. KSRTC പിന്നെ അത് നിയമപരമായിട്ട് സർക്കാരിന്റെ ആയതുകൊണ്ട് അത് വേണം. പിന്നെ ഒരുപാട് പേർക്ക് ഉപജീവന മാർഗമാട്ടോ, താല്പര്യമുള്ളവരും ഉണ്ടല്ലോ. എനിക്ക് ഇപ്പോഴായാലും പുള്ളിയൊക്കെ ഓടിക്കുന്ന ബസ്സില് പയ്യന്മാരൊക്കെ ഇങ്ങനെ ഡോറിൽ വന്ന് ഇങ്ങനെ പഠിക്കാനായിട്ട് ആഗ്രഹത്തില് ഡോറിൽ നിന്ന്. അപ്പൊ എനിക്ക് ആ ഒരു കാര്യത്തില് എനിക്ക് ഭയങ്കര പ്രൗഡാ. ഞാൻ പറയുന്ന സ്ഥിരം തന്നെ വണ്ടി TMS ഉണ്ട്. അതിലാണ് ഞാൻ ഫസ്റ്റ് ഡ്യൂട്ടി അല്ല, ഒറ്റയ്ക്ക് ഡ്യൂട്ടി എടുക്കുന്നത്. നമ്മുടെ പെരിങ്ങാശ്ശേരി എറണാകുളം റൂട്ടാണ്. ഞാൻ സ്ഥിരം വരുന്ന വണ്ടിയിലാ. അത് LS കൂടെ ഉണ്ടോ? LS മറ്റേ പിങ്ക് കളർ വണ്ടി ഉണ്ടല്ലോ, ഇപ്പം പച്ച ലീല അങ്ങനെയൊക്കെ ആൾക്കാർക്കറിയാം LS ആണ്. അപ്പം അതിലെനിക്ക് ഭയങ്കര പുള്ളി ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് LS ആട്ടോ, LS ആ പുള്ളി ഓർഡിനറി ഓടിക്കണം, LS ആ ഡ്യൂട്ടി പൊക്കോട്ടെ. പൊക്കോ, അതിനിപ്പോ എന്താന്ന് അറിയും. അപ്പൊ പുള്ളി ഓപ്പോസിറ്റ് വരും. പുള്ളി ഓപ്പോസിറ്റ് ഒന്ന് വെട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഹൈ ഒക്കെ പറഞ്ഞ് പുള്ളി പോയി. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു, കാരണം നമുക്ക് ഒരു പ്രാക്ടീസ് പോലും ഇല്ലാതെ സ്ഥിരം പോകുന്ന, അതായത് പൈസ ഇന്ന സ്ഥലം കഴിയുമ്പോൾ പോയിന്റ് മാറും. അപ്പൊ നമുക്ക് ഡെയിലി പോകുന്നത് അറിയാലോ. അപ്പൊ അതിൽ രണ്ട് രാജേഷ് ടോണി എന്ന് പറഞ്ഞ ആളാണ് മുതലാളിമാര്. ചേട്ടാ ഞാൻ ടിക്കറ്റ് കൊടുത്തോട്ടെ, ആനിപ്പനെ കൊടുത്തോ, അങ്ങനെ ആരും പറയില്ല. കാരണം ഇപ്പൊ നമ്മൾ ബസ്സിലെ ഡ്രൈവർ ആണെങ്കിലും കണ്ടക്ടർ ആണെങ്കിലും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവർ പുതിയ ആള് വരുവാണെങ്കിൽ റൂട്ട് പഠിക്കാൻ വേണ്ടി ഒന്നിൽ പെട്ടിപ്പുറത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാഴ്ചത്തോളം അല്ലെ 2-3 ദിവസത്തോളം മാക്സിമം വണ്ടി കാണും പുതിയ ആളാണെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ലോട്ടടിച്ചു പോലെ തന്നെയാ. നല്ല ത്രില്ലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താല്പര്യം ഇല്ലാത്ത കാര്യം. ഒപ്പം യാത്ര ചെയ്തവർക്ക് ഇപ്പൊ സ്ഥിരം പോയ റൂട്ടിൽ തന്നെ കയറി പറഞ്ഞില്ലേ, അപ്പം ഒപ്പം യാത്ര ചെയ്തിരുന്നവർക്കും ടിക്കറ്റ് കൊടുക്കാൻ പറ്റി. അങ്ങനെയുണ്ട്. ഞാൻ പരിചയക്കാരായിട്ട് ഫോളോവർ ടിക്കറ്റ് വേണോ? അതൊക്കെ വേണം തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങള് ഒന്നിച്ചിതാകുമ്പോ നിങ്ങൾ അത്യാവശ്യം വൈറലാണ്. ചിലര് മാത്രമായിരിക്കും, അത്രയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തവർക്ക് മാത്രമേ അറിയാതിരിക്കുള്ളൂ. അല്ലാതെ അത്യാവശ്യം സോഷ്യൽ മീഡിയ ചോദിക്കും ഇവരൊക്കെ ആരാന്ന് ചോദിക്കാൻ വരും. അങ്ങനെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെയാണ് എന്ന് ഞങ്ങൾ പറയും. അല്ല, അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസിന്റെ അടിയിലും വന്നിട്ട് ഇപ്പൊ എനിക്കറിയാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ എന്ന് കരുതിയിട്ട് ഞാൻ അറിയാത്ത ആൾക്കാർ മാത്രമല്ല, എനിക്കറിയില്ലെന്ന് കരുതിയിട്ട് ബാക്കി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരു ചില ഇന്റർവ്യൂവിൽ ഇത് ആരാന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇവരൊക്കെ ആരാ, ഇതൊക്കെ ഏതാ, ഇതൊക്കെ ഇങ്ങനെ കുറേ കമന്റ്സ് വരും. അപ്പൊ എനിക്ക് അവരോട് മുൻകൂട്ടി പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ റീച്ച് ഒക്കെ ആവണം, ഇതുപോലെ ഇന്റർവ്യൂ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ. നമ്മള് ഓരോ കണ്ടന്റും ഇപ്പൊ ഞങ്ങളുടെന്ന് പറഞ്ഞു കഴിയുമ്പം എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയത്, നമ്മൾ മിക്ക ടൈമിൽ തന്നെ ഇന്റർവ്യൂവിന് വിളിക്കാറുണ്ട്. ചിലരൊക്കെ ഒരു ടൈമിൽ വിളിച്ച് ആ ഒരു ടൈം കഴിയും. പക്ഷെ നമ്മള് അത്യാവശ്യം റീസെന്റ് ആയിട്ട് തന്നെ എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ട് കണ്ടന്റ് കൊടുക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞങ്ങൾ വലിയ വെറുപ്പിക്കൊന്നും ഇല്ലല്ലേടാ, ഉണ്ടെങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ. വെറുപ്പിക്കാതെ തന്നെ ട്രെൻഡിങ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് നമ്മള് പൈങ്കിളി അല്ലാതെ എല്ലാവർക്കും ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെട്ട് സോഷ്യലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇതുവരെയായിട്ടും നിങ്ങളുടെ ഇന്റർവ്യൂ അല്ല, അതല്ലാതെ കണ്ടന്റ്സ് ആണെങ്കിലും നമുക്കിപ്പോ വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മടുക്കും, ഇത് തന്നെയാണല്ലോ.
പക്ഷെ ഞങ്ങൾ ഒരാഴ്ച ഈ കണ്ടന്റ് ആണെങ്കിൽ ഒരാഴ്ച മാറ്റും. ഇപ്പൊ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഞാൻ ലൈസൻസ് ഞങ്ങൾ ഒരുമിച്ച് ഡ്യൂട്ടി എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ, ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡ്യൂട്ടി എടുക്കുന്നത് ഇപ്പം ബസ്സുകാരെ കുറിച്ച് പൊതുവേ കോഴികളാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടല്ലോ. അപ്പം എപ്പോഴും കൂടെ ഉണ്ടാവാൻ വേണ്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ്. അല്ലല്ലല്ല അത് അതാരാ ഇന്നലെ ഒരു കമന്റ് വന്നതാ, ഇങ്ങനെ എപ്പോഴും പൂട്ടിട്ടിടുന്ന ആ പൂട്ട് ഒരിക്കലും പൊളിയെന്നുള്ളത്. ഇന്നലെ വന്ന കമന്റ്, ഞാൻ എപ്പോഴും കൂടെ കൂടിയാ അത് ഒരിക്കലും അതിന് വേണ്ടിയിട്ടല്ല. എനിക്ക് ഒരു ദിവസം പുള്ളിയുടെ ഡ്യൂട്ടി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം നമ്മളെപ്പോഴും ബസ്സിന്റെ, ഞാനായാലും ഇപ്പൊ ഡെയിലി വരുന്ന വണ്ടിയുടെ വീഡിയോ ഞാനാണ്, അതിലെ കണ്ടക്ടറുടെ ഡ്രൈവറുടെ വണ്ടിയുടെ വീഡിയോ, പുള്ളി ഓടിക്കുന്ന വണ്ടിയുടെ പേജിന് ഞാനാ നോക്കുന്നത്. അപ്പൊ ഇതെല്ലാം എടുത്തിടുക എന്റെ ഒരു ഇതാണ്. അപ്പം എന്റെ ഒരു വീഡിയോ ആണ്, അതായത് ഇപ്പൊ ഞാൻ വല്ല സ്ഥിരം വന്ന വണ്ടി ഉണ്ടല്ലോ, അവരുടെ വീഡിയോ ഞാൻ എടുത്തോണ്ടിരുന്ന ലാസ്റ്റ് അവർ എന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം എനിക്ക് എടുത്തു തന്നു. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും നോക്കും, ഓ ഞാൻ പോണ വണ്ടി അത് നമുക്കൊരു പെൺപിള്ളേർക്ക് എന്തോരം തുടങ്ങി. ഇപ്പം ഋതുവിന് ഈ ഒരു അഫയറിൽ ആയതിനു ശേഷമാണോ വണ്ടിനോട് ഇത്ര? അതെ അതെ അതെ, എനിക്ക് ആദ്യം അങ്ങനെ വണ്ടി കയറും അത്രേ ഉള്ളൂ, അതായിട്ട് ആരായിട്ട് ജസ്റ്റ് കാണും ചിരിക്കുക, അതിന് മാത്രമുള്ള പരിചയമില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ ഉണ്ടല്ലോ, സിറ്റി വണ്ടി കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് ഒരു മിക്ക വണ്ടിയിലും ടിക്കറ്റ് എടുക്കത്തില്ല. അഥവാ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് എന്റെ അടുത്ത് എടാ അത് ഇന്ന ആളാന്ന് പറഞ്ഞ ടിക്കറ്റ് തിരിച്ചു പൈസ തിരിച്ചു തരും, വേണ്ടാന്ന് പറയും. അങ്ങനെ തന്നെയാ. അത് എന്നോട് പുള്ളി പറയും, കണ്ടോ ഞാൻ കാരണം ടിക്കറ്റ് പോലും വേണ്ട. എന്നോട് ഇന്നലെ ചോദിച്ചാ അല്ലേ, നിന്നെ ഇത്രയും പേര് അറിഞ്ഞത് ഈ ബസ്സുകാര്. അതെ അതെ ശരിയാട്ടോ. പുള്ളി കാരണം ഇപ്പൊ ഞാൻ പറവൂര് ചേച്ചിയുടെ റൂട്ടില്ലേ, പറവൂര് ചെറായിക്കിന്റെ ഫ്രണ്ട് അഞ്ജലി ഉണ്ട്. അപ്പൊ അവിടെ ഒരു ബസ്സുകാരുണ്ടല്ലോ, കണ്ടക്ടർ ആട്ടോ ടിക്കറ്റ് മേടിക്കരുത്. ഇപ്പൊ അങ്ങനെയാ, കണ്ടക്ടർ ആട്ടോ ടിക്കറ്റ് മേടിക്കരുത്. ഞാൻ പറഞ്ഞേട്ടാ അത് സാരമില്ല ഏട്ടാ, പൈസ മേടിക്കും. കാരണം ഞാൻ ഡെയിലി മിക്ക ദിവസങ്ങളും 400 ഓട്ടോക്കൂലിയോടെ വീട്ടിൽ തൊടുപുഴയ്ക്ക് വരുന്നത്. നമുക്കൊരു 30-40 രൂപ അത്ര ചിലർ കൊടുക്കാതിരിക്കാൻ നോക്കും. പക്ഷെ നമുക്കതെന്താ, നമ്മൾ ഈ ഒരു പൈസ കൊടുക്കുമ്പോ അവരെ കുറെ പേര് അന്നമാണത്. പക്ഷെ എന്റെ അടുത്ത് ഇവര് നിർബന്ധിച്ച് മേടിക്കില്ല. പക്ഷെ നമുക്ക് മറ്റുള്ളവരെ മുമ്പ് വെച്ചിട്ട് മേടിക്കില്ലാത്ത സാധനം നിർബന്ധിച്ച് കൊടുക്കുമ്പോ അവർക്ക് അതൊരു ഇൻസൾട്ടിങ് ആ. അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇവരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഞാനും പറവൂര് ചെറായി റൂട്ടിൽ പോകുമ്പോൾ. അവിടെ കുറെ വണ്ടിയുണ്ട്. ശശികല അറിയത്തില്ല, എനിക്കറിയില്ല. കുറെ വണ്ടികളുണ്ട് അവിടെ. അഥർവം. അപ്പൊ പ്രൈവറ്റ് ബസ് കയറാറില്ല. മാടമ്പി അറിയാം. അതെ മാടമ്പി അറിയാട്ടോ. മാടമ്പി, സാധിക, അങ്ങനെ കുറെ ഉണ്ട്. ഡിസംബർ, അങ്ങനെ കുറെ വണ്ടികളുണ്ട്. എനിക്ക് ആ റൂട്ടിലെല്ലാം ബസ് അറിയാട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിന്റെ വീട് മറ്റേ ചെറുവൈപ്പാണ്. ഞാൻ അവിടെ എപ്പോഴും പോകുമ്പോൾ എനിക്ക് അവിടെ ആരും അറിയില്ലായിരുന്നു. പക്ഷെ പുള്ളിയുടെ പരിചയത്തിൽ വെച്ചിട്ട്, പുള്ളീനെ അറിയത്തില്ല, ജസ്റ്റ് വീടുണ്ട്. പെപ്പയുടെ ചേച്ചിയല്ലേ? അതെ. ഇന്നലെ സ്റ്റാൻഡ് വെച്ചിട്ട് ഡെലൂലു ചേച്ചിയല്ലേ, ഡെലൂലു ചേച്ചി, അതിന്റെ വണ്ടിയുടെ എഡിഷൻ നെയിം ഡെലൂലു എന്നാണ്. ഡെലൂലു ചേച്ചി, ഡെലൂലു അല്ല ഞാൻ ഋതുവാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അറിയപ്പെടുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. ആൺപിള്ളേരൊക്കെ ഒന്ന് മിണ്ടുമ്പോ ഭയങ്കര സന്തോഷം. ഇനി പെപ്പേരെടുത്ത് ബസ്സല്ലേ മെയിൻ. അപ്പം ഞാനിപ്പോ പറഞ്ഞല്ലോ നിങ്ങൾ ഒന്നിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോഴി എന്ന് പറയുന്ന പേര്, അതെന്തുകൊണ്ടാ ഈ ബസ്സുകാർക്ക് മാത്രമായിട്ട് ചാർത്തി തന്നേക്കുന്ന ഒരു വട്ടമാണ്? ബസ്സുകാർക്ക് മാത്രം പറഞ്ഞാ അത് എല്ലാവർക്കും ഇല്ല. ഞാനും എന്നോട് ബുദ്ധിമുട്ടൊന്നും തോന്നല്ലേ, എനിക്കും ബസ്സുകാരോട് ചെറിയൊരു ഇഷ്ടമല്ലാന്നുണ്ട്. ബുദ്ധിമുട്ടാ. എന്താ പറയാ, എല്ലാവരും അങ്ങനെയാണെന്നുള്ളത്. എല്ലാരും അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 100 പേരുണ്ടെങ്കിൽ അതിലൊരു 10-12 പേരെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് ആ 100 പേർക്കും ചീത്ത പേരാക്കി 12 പേര് കാരണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇല്ല എന്നല്ല, ഉണ്ട്, എന്നാ അങ്ങനെയുള്ള ആൾക്കാരല്ല. കുറെ പേര് ഭയങ്കര ഓവറാ. പക്ഷെ വേറെ കേസ് ഉണ്ട്. വേറെ കേസ് ഉണ്ട്. ഓവറായാലും ഇതിപ്പോ ഒരു പെണ്ണ് നോക്കി ചിരിച്ചു, ആ പെണ്ണ് തിരിച്ചു അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആ പെണ്ണിനും താല്പര്യം ഉണ്ടായിട്ടില്ലേ? അത് ന്യായമാണ്. കല്യാണം കഴിച്ച ചെറുക്കന്മാർ കുറെ എടുക്കാറുണ്ട്. നമ്മുടെ കൂട്ടിൽ തന്നെ എത്ര പെണ്ണുങ്ങൾ, ആണുങ്ങൾ ഒഴിവാക്കി വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ, 1 കെട്ടിയതാണ് 2 കെട്ടിയതാണ് പെണ്ണുങ്ങളും പുറകടക്കാറുണ്ട്, ആണുങ്ങളും പുറകടക്കാറുണ്ട്. രണ്ടുപേരെയും പറയും ഞാൻ. കാരണം ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കേസാ, ഞങ്ങളുടെ റൂട്ടിൽ തന്നെ കണ്ടോണ്ടിരിക്കുന്ന കേസാ. ഒത്തിരി ഇതുപോലത്തെ കണക്ഷൻസ് ഋതുവിന് അറിയാൻ പറ്റും, ഇഷ്ടം പോലെ. കാരണം ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കാറൊന്നുമല്ല. നമ്മളൊരു ചാനലില് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അല്ലെ. എന്റെ ഫസ്റ്റ് കണ്ടന്റ് പോലും പ്രൈവറ്റ് ബസ് ആയിരുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ സംസാരിച്ചത്. അപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ നമ്മൾ കുറെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അല്ലാണ്ട് ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല, ബസ്സുകാരുടെ മാത്രമൊന്നുമല്ല. അത് ബസ്സല്ല, അതിപ്പോ ബസ് ഓടിക്കുന്ന ആളിപ്പോ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയാലും ലോറി ഓടിക്കാൻ പോയാലും ഏത് ഓടിക്കാൻ പോയാലും പെണ്ണെന്നുള്ള ഒരാളെ സമ്മതിക്കാണ്ടൊന്നും എന്തായാലും പറ്റത്തില്ലല്ലോ. പെണ്ണെന്നുള്ളവര് അവരുടെ സമ്മതം ഇല്ലാണ്ട് എന്തായാലും
ഒന്നും നടക്കാൻ ചുമ്മാ പുറകെ ഒരു സംഭവമില്ലാത്ത പെണ്ണെ പുറകെ നടക്കണേ അതിനെയാണ് കോഴിത്തരം എന്ന് പറഞ്ഞത്. പക്ഷെ അല്ല, അതിനല്ല കോഴിത്തരം എന്ന് പറയുന്നത്. എല്ലാ പെണ്ണുങ്ങളെയും ഒരുപോലെ നോക്കുന്നത് അതല്ലേ കോഴിത്തരം? അത് മാത്രല്ല, അങ്ങനെയല്ല ഋതു. അങ്ങനെയാണെങ്കിൽ ലൈനുള്ള പെണ്ണുങ്ങളെ ചെറുക്കന്മാരോട് നടക്കണതോ? ആ പറ 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 ലൈനുള്ള പെണ്ണുങ്ങൾ ഇവന്റെ അടുത്ത് തന്നെ ലൈനുള്ള എത്ര പേര് ഞങ്ങളുടെ റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഓൾറെഡി ലൈൻ ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. അവൾ പറഞ്ഞതാ ആ ചേട്ടന്റെ സ്വന്തം കൊച്ചല്ലല്ലോ അത്, അപ്പൊ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ലേ എന്ന്. മറ്റേ ആ ഒരു കൊച്ച് നമ്മുടെ അവിടെ തന്നെ ഉള്ള ഒരു ഏരിയയിലുള്ള കുട്ടിയാണ്. അവരൊപ്പം ഒരുപാട് ആരാധികമാരുണ്ട്. ആ പിള്ളേര് കൂടുതലും പിള്ളേര് ഈ പെൺപിള്ളേർക്ക് പൊതുവെ എന്താ ബസ് ഡ്രൈവർമാരോട് ഇത്ര ഒരു ക്രഷ്, ഇങ്ങനെ ക്രഷ് അടിച്ച് നോക്കുമ്പം അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? വളവങ്ങ് വളച്ചപ്പോ എന്നൊക്കെ പറയില്ലേ? അതെന്റെ ഡയലോഗ് അല്ലേ അതിന്റെ? ആ ചേട്ടൻ വളവങ്ങ് വളച്ചില്ല, ഞാൻ വീണു പോയി എന്റെ സാറേ. വളരെ അത് അങ്ങനെയൊന്നുമില്ല. അതിപ്പോ നമ്മൾക്ക് നമുക്കറിയാം ആരെങ്കിലും അങ്ങനെ നോക്കണ്ടെങ്കിൽ സ്ഥിരം കയറണ, അല്ലാണ്ട് ഒരു ദിവസം മാത്രം കേറിയിട്ട് അങ്ങനെ നോക്കൂല്ലോ. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണോ ഇനി നിങ്ങൾ തിരിച്ച്? അങ്ങനെ അങ്ങനെ ഈ ചെറിയ പിള്ളേർക്കാണ്, പഠിക്കുന്ന പിള്ളേർക്കാണ് ഇപ്പൊ +1 +2. എനിക്കും 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് കയറിയപ്പോ ഒരു ബസ്സിലെ ചേട്ടനോട് ഭയങ്കര ക്രഷ് ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ക്രഷ് തോന്നി? എന്താണ് ക്രഷ് തോന്നി? ആ ചേട്ടൻ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു, നല്ല ഓർമ്മയുണ്ട്. ആ ചേട്ടന്റെ മറ്റേ ഡ്രൈവിംഗ് ആണ് വേണത്. ഡ്രൈവിംഗ് അല്ല, ആ ചേട്ടന്റെ മുടി ഇവിടെ ഒരു ടാറ്റു ഉണ്ടായിരുന്നു, അത് കണ്ട് വീണതാ. പക്ഷെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മനസ്സിലായ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞതാ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നറിയാമോ? ഈ +1 കല്യാണം കഴിഞ്ഞാണെങ്കിലും നോക്കും. അല്ല, ആ ചേട്ടൻ നോക്കി, പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞാണെന്ന് അറിയില്ലായിരുന്നു. ഇത് അറിഞ്ഞിട്ടും അല്ലെ, നമ്മുടെ ഏരിയയിൽ തന്നെ സ്കൂളിലെ പെൺപിള്ളേരെ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ ചിലര് കല്യാണം കഴിഞ്ഞാൽ പറയില്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടും എനിക്ക് ചേട്ടനില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം എത്ര കേസുകളുണ്ട്. പെൺപിള്ളേരല്ലേ കുഴപ്പം. അതും 10, +1, +2. ഇവന്റെ അടുത്താണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഞാൻ റിലേഷൻ ആവുന്നതിനൊക്കെ ഒരു 2 വീക്സ് മുമ്പ് തന്നെ ഒരു കൊച്ചി ഇറങ്ങി വളഞ്ഞു വന്ന അപ്പുറം വന്നിട്ട് എനിക്ക് ചേട്ടാരെ ഭയങ്കര ഇഷ്ടം. എടുത്തോണ്ട് നടന്നത്. അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. ഞാൻ വണ്ടി ചെന്നപ്പോ അതിൽ പിള്ളേര് പറഞ്ഞു ചേട്ടായിയുടെ അടുത്ത് ഇറങ്ങി നിന്നിട്ടൊരു കൊച്ചൊന്നും ഇഷ്ടാന്ന് പറഞ്ഞ് ചേച്ചിന്ന്. ഞാൻ അപ്പഴാ അറിയുന്ന സംഭവം. അങ്ങനെയൊക്കെ ഒന്ന് പ്രപ്പോസ് ചെയ്യല്ലേ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത വിഷയപ്പോ തള്ളിയതായിരിക്കും, ചിലര് മാസമാകുമ്പോൾ പറയുള്ളൂ. പക്ഷെ എന്നോട് ആ വണ്ടിയിൽ ഞാൻ പ്രപ്പോസ് ചെയ്തൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചപ്പോ പുള്ളി എന്റെ മാമന്റെ കൂടെ പഠിച്ചതാന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞതാന്ന്. അത് ചിലര് പെൺപിള്ളേർ അറിയുമ്പോ വിടും, പക്ഷെ അങ്ങനെയല്ല, എന്നാ വളച്ചിട്ടേ കാര്യമുള്ളൂ. പക്ഷെ അതിനുശേഷം എനിക്ക് ബസ്സുകാരെ കണ്ടുകൂടാ. അതിന് ആ ചേട്ടൻ എന്ത് ചെയ്തു? കെട്ടിയത്? ആ ചേട്ടനൊന്നും ചെയ്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ഇത് മുഴുവൻ കൊടുക്കാനൊക്കെ ഉള്ള എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ കാവ്യ ചേച്ചിയെ കൊടുക്കണം, മറുപടി കൊടുക്കണമെന്ന് ഞാൻ ഞാൻ പറയാറോട്ട് ചെല്ലുമ്പോ. ഈ പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ച് പൊതുവേ നമുക്ക് നിങ്ങൾ ഭയങ്കര ഓവർ സ്പീഡാണ്, നിങ്ങൾ മത്സര ഓട്ടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ചീത്തപ്പേരാ. എന്നാ ഈ ആനവണ്ടിയും ഇതുപോലെ കാണിക്കുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകാരെ പൊതുവെ അവഗണിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? പോവാണ്ട്. അത് വേറൊന്നുമല്ല, ഇതിന്റെ സമയം നിശ്ചയിച്ചിട്ട് നമ്മുടെ മുതലാളിമാരൊന്നുമല്ല. അത് RT ഓഫീസിൽ ഓരോ ബസ്സിനും ഓരോ ടൈം ഷീറ്റ് ഉണ്ട്. അത് ടൈം ഷീറ്റ് നമുക്ക് ഒരു 10 മണിക്ക് പോകേണ്ട വണ്ടിയാണെങ്കിൽ 10 മണി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് മുന്നേ പോകരുത്, ഒരിക്കലും അഡ്വാൻസ് ഓടാൻ പാടില്ല, അങ്ങനെയാണ് നിയമം. പക്ഷെ അങ്ങനെ നോക്കണില്ല. ഒരു KSRTC ആയിട്ട് മത്സരിച്ച് പോകുമ്പോ നമ്മൾ അവരുടെ പുറകെ പോയിട്ട് കാര്യമില്ല. നമ്മുടെ സമയത്ത് ചിലപ്പോൾ സെയിം ടൈമിൽ അല്ലെങ്കിൽ 1 മിനിറ്റ് ഫ്രണ്ടിലോ ബാക്കിലായിട്ടായിരിക്കും പോണത്. അവർക്ക് സമയമില്ല, KSRTCക്ക് സമയമൊന്നുമില്ല. തോന്നുന്ന സമയത്ത് തോന്നുന്ന രീതിക്ക് ഓടുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം വണ്ടി എവിടെയെങ്കിലും നമ്മൾ ഇപ്പം എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോണ വഴിക്ക് ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും മെയിൻ ആയിട്ടുള്ള സ്റ്റോപ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒതുക്കി വണ്ടി അടുത്ത ആ വണ്ടി കയറ്റിയിട്ട് ആളില്ലാത്തതുകൊണ്ട് നമ്മൾ പോകല, മൂവാറ്റുപുഴയ്ക്ക് പോകല. അത് ആ വെഹിക്കിൾമാർ കണ്ടു കഴിഞ്ഞാൽ RT ഓഫീസിൽ പരാതി അത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ വരും. പക്ഷെ ആ സമയത്ത് KSRTC തന്നെയില്ല, ആള് കുറവാണെങ്കിൽ അവർ നേരെ ഡിപ്പോയിലേക്ക് വിളിച്ചൊരു ആളില്ല. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വണ്ടിയാണ് ഇടയ്ക്ക് വന്ന് കിഴക്കമ്പലോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് പട്ടി പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ബോർഡ് വെക്കും, അല്ലെങ്കിൽ ഒരു ചാർട്ടിൽ പട്ടി പറ്റം എന്ന് എഴുതി വെക്കും. അതാണ് അവരുടെ കളി. നേരെ ആയിട്ട് പോവും, അവിടെ കൊണ്ടിടും. അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് അടുത്ത പ്രൈവറ്റ് ബസ് ഏതാ വന്നെ അവർ സ്റ്റാൻഡിൽ അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പിൽ കിടക്കാത്ത ബസ് സ്റ്റോപ്പിൽ നോക്കുമ്പോൾ ഒരു 10-20 പേര് ആളായെങ്കിൽ അപ്പോൾ അത് വേറൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ സമയമായിരിക്കും. അവരെ നോക്കും, നേരെ വണ്ടി എടുക്കുന്നു, കല്ലൂര് ബോർഡ് വയ്ക്കുന്നു, നേരെ ആളെ കയറ്റുന്നു പോകുന്നു. ആരെങ്കിലും ചോദിക്കണ്ടോ?
അപ്പൊ അങ്ങനെ കാണിക്കുമ്പോഴാണ് പ്രൈവറ്റ് ബസ് തൊട്ട് പറയുകയും തന്നെ അവർ പോയ 1 മിനിറ്റ് കഴിയുമ്പോഴേ വരുമ്പോൾ അവിടെയുള്ള ആരെങ്കിലും പറയും ബസ് ഇപ്പോൾ ഒരെണ്ണം പോയുള്ളൂ പട്ടിയെടുത്ത് തുടങ്ങിയ വണ്ടിയാന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് മത്സരിക്കും. ആ സ്ഥാനത്തിന് ഇവർക്ക് KSRTC-കാർക്ക് എന്നാ പറയുക ഡീസൽ വില കുറച്ച് കിട്ടുന്നുണ്ടാവും. ഇപ്പൊ 15-ാം തീയതി തൊട്ട് ഇപ്പൊ സ്ത്രീകൾക്ക് ഫ്രീ ആന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, അത് പിങ്ക് ബസ് മാത്രമാക്കി. അല്ല, അത് എങ്ങനെയാന്ന് അറിയാൻ പാടില്ല. ഈ ഫ്രീ ആണെങ്കിൽ എത്ര നാളത്തേക്ക് പോകും? എത്ര നാളത്തേക്ക് പോവാനാ? എനിക്ക് ആ ഒരു വിഷയത്തില് അല്ല, നമ്മളത് രാഷ്ട്രീയമായിട്ട് പറഞ്ഞല്ല, നല്ല കാര്യമാണ്. എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നിയില്ല. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന സാധനം ഉറപ്പുവരുത്തേണ്ടത് ഒരിക്കലും കുറച്ചിട്ടല്ല. സ്ത്രീകൾ അത്ര ദരിദ്രരല്ല. കാരണം പുരുഷന്മാരെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നവരാണ് സ്ത്രീകള്. അല്ല, നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് പോകും, അത് ശരിയാവില്ല. രാഷ്ട്രീയമല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് അല്ല, അങ്ങനെ പറ്റില്ല. അപ്പൊ അവർക്ക് അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുക? KSRTC എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത്? അപ്പൊ അവര് KSRTC-കാർക്ക് ഇത്ര രൂപ സർക്കാർ പൈസ വേറെ കൊടുക്കണം. അങ്ങനെ ഫ്രീ ടിക്കറ്റ് കൊടുക്കുവാണെങ്കിൽ KSRTC ഒരു 3 മാസം കഴിഞ്ഞ് KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാവില്ല. അല്ല, അപ്പൊ അങ്ങനെ ഒരു ഇത് നിൽക്കണു. അപ്പൊ അതിനിടയ്ക്കാണെങ്കിൽ നിസാര സമയം പ്രൈവറ്റ് ബസിന്റെ സമയത്ത് KSRTC ഇടയ്ക്കുന്ന ആളെ കയറ്റിക്കൊണ്ട് പോകുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ KSRTC-യുടെ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കുന്ന ട്രിപ്പ് മുടക്കി കഴിഞ്ഞിട്ട് നമുക്ക് തോന്നിയ സമയത്ത് ആളെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ പറയും അവർ കള്ളം കുത്തിയെന്ന് പറയും. അത് കള്ള ട്രിപ്പ് അടിച്ചു എന്ന് പറയും. നമ്മുടെ സമയമല്ല, KSRTC-യുടെ സമയത്ത് KSRTC-യുടെ തലയ്ക്ക് നല്ല ആളെ കണ്ടപ്പോൾ എടുത്തുകൊണ്ട് പോയി. അത് ഒരു MVD കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഫൈൻ കിട്ടും. നിങ്ങൾക്കാണ് പ്രശ്നം. KSRTC-ക്ക് അങ്ങനെ ഒരു വിഷയമില്ല. ഇപ്പൊ ഓരോ ഇതൊന്നും പറഞ്ഞ് ഓരോ പ്രസ്ഥാനം തകർക്കാൻ വേണ്ടിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് KSRTC-യിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. പ്രൈവറ്റ് ബസ്സിൽ നിന്ന് തന്നെ KSRTC-യിലേക്ക് അവിടെ വന്നവരും ഉണ്ട്. അവിടെ വന്നവരുണ്ട്. അല്ല, ഞാൻ അവിടുത്തെ പണിക്കാരെയൊന്നും ഞാൻ തോന്നില്ല. അവിടുത്തെ ഡിപ്പോയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവരെ ചെയ്യിക്കുന്നത്. അവർക്ക് ഡിപ്പോയിലുള്ള ആൾക്കാർ പറയാൻ നേരത്തെ അവർക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. സ്വാഭാവികം, അത് കേൾക്കേണ്ടി വരും. ഈ ഡിപ്പോകളിൽ നടക്കുന്ന പല കാര്യങ്ങളും പണിക്കാര് ഇതായിട്ട് അറിഞ്ഞില്ല. അവര് പറയണത് ഇവർക്ക് കേൾക്കേണ്ടി വരും. അതാണ് ഇങ്ങനെ ഇടയ്ക്കേന്നൊക്കെ എടുത്തുകൊണ്ട് പോണേ. പിന്നെ ഒരു വണ്ടിയായിട്ട് തട്ടുകയോ മുട്ടോ ചെന്ന് കഴിഞ്ഞാൽ കേസ് നമ്മൾ അതിന്റെ പുറകെ നടക്കണം. നമുക്ക് ഒന്നും കിട്ടൂല. അതില് ഒന്നും കിട്ടൂല. ചുമ്മാ നടക്കാം. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന് കുറച്ചാൾ മുന്നേ വണ്ടി ഇടിച്ചായിരുന്നു. സ്വിഫ്റ്റ് ബസ് ഇടിച്ചു കഴിഞ്ഞിട്ട് കേസ് അവനെതിരെയാണ്. അത് ബൈക്കിലേക്ക് ഇടിച്ചിട്ട് അവന് നല്ല രീതിക്ക് പറ്റിയത്. അത് കഴിഞ്ഞിട്ട് കേസ് അവന്റെ രീതിയിൽ കേസ് അങ്ങോട്ട് കൊടുത്തേ. അശ്രദ്ധമായിട്ട് ബൈക്ക് ഓടിച്ചത്, റോങ് അടിച്ചിട്ട് സ്വിഫ്റ്റ് ഇടിച്ച് തെറിപ്പിച്ച് ചത്തുപോയി എന്ന് ഓർത്തേ. ഇപ്പൊ ശരിക്കും ഈ KSRTC-നെ മാറ്റി വെച്ചിട്ട് പ്രൈവറ്റ് ബസ് ഒരു ആക്സിഡന്റ് ആയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരാളും അയ്യോ അങ്ങനെ ഒരു രീതിയിലല്ല. അത് അവര് ഇങ്ങനെ മാറി വിളിച്ചു പോയിട്ടായിരിക്കുള്ളൂ. അതങ്ങനെ കുറ്റം പറയുള്ളൂ. കഴിഞ്ഞ ദിവസം ചെറായിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ദോസ്ത് ബസ് എനിക്കറിയാം. പാടത്തിലേക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റിൽ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അതവിടെ കിടക്കുന്നുണ്ട്. അതും ആളുകൾ വേറെ കേസുണ്ട്. അങ്ങനെ പാഞ്ഞു പോയിട്ട് അപകടം ഉണ്ടാകുന്നുണ്ട്, അല്ലാണ്ടുണ്ട്. പാഞ്ഞോട് സ്പീഡിന് പോയിട്ടുണ്ടാക്കുന്ന അപകടങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ എല്ലാ പ്രൈവറ്റ് ബസ്സുകാരെ ഞാൻ സപ്പോർട്ട് ചെയ്യണതല്ല. ഞാൻ പ്രൈവറ്റ് ഡ്രൈവറാണ്. പക്ഷെ അല്ലാത്ത കേസ് ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാലും കുറ്റം ബസ്സിനെ വരുള്ളൂ. അത് ബസ്സിൽ മാത്രമല്ല, വലിയ വണ്ടിയിലേക്ക് ഒരു ചെറുവണ്ടി വന്ന് കയറി കഴിഞ്ഞാൽ വലിയ വണ്ടിയിലേക്ക് കുറ്റം വരുള്ളൂ. അതങ്ങനെ ആവുള്ളൂ. അതങ്ങനെ ഞാൻ ടോർസ് ഓടിച്ചെന്ന ഡ്രൈവറാണ്. ഞാൻ ടോർസ് ഓടിച്ച സമയത്ത് ഞാൻ നിർത്തിയെടുത്ത വണ്ടിയിലേക്ക് ഓപ്പോസിറ്റ് വണ്ടിയുടെ അടിയിലേക്ക് ഒരു മീൻ കച്ചവടക്കാരൻ വന്ന് കയറി. വണ്ടിയുടെ അടിയിട്ട് പോയി. വണ്ടി കയറി നിൽക്കുക. ആക്കൊന്നും പറ്റിയില്ല. വിരലിന് ഒരു ചെറിയ പൊട്ട് വന്നു. എന്റെ 3 മാസത്തെ ലൈസൻസ് മേടിച്ചു വെച്ചു. ഇങ്ങോട്ട് വന്ന് കയറി. അപ്പൊ എന്തിനാ മേടിച്ചു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പ്രതിയാക്കിയാലാണ് അവർക്ക് ക്ലെയിം കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓടിച്ചോണ്ട് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ വണ്ടി ഓടിച്ചത് ഈ പാലാരോട്ട് ആലിഞ്ചോട് വെച്ച് ഒരു ബൈക്കാരൻ, ഒരു ചെറുക്കനാ, ഒരു CC കുറഞ്ഞ വണ്ടിയായിട്ട് പോലും വന്ന് ഇടിച്ചിട്ട് ടോർസിന്റെ ടയർ പൊട്ടിപ്പോയി എന്ന് ഞാൻ ആലോചിച്ചത്. ടയർ പൊട്ടിപ്പോയി അവന്റെ കാല് മുറിച്ചു കളയേണ്ടി വന്നു. ഒരു 17 വയസ്സ് 18 ലൈസൻസ് ഉണ്ട്. 18 ലൈസൻസ് എടുത്തിട്ട് കണ്ട് 1 മാസം ഉണ്ടായുള്ളൂ. 18 വയസ്സുള്ള ചെറുക്കനാ വന്ന് ഇടിച്ച് ഒരു ലോഡ് വണ്ടി ടോർസിന്റെ ടയർ പൊട്ടിപ്പോയി. ബൈക്ക് ഇടിച്ചിട്ട് ടയർ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് ആലോചിച്ചത്. ആ ടയർ പൊട്ടിപ്പോയിട്ട് അവന്റെ കാല് മുറിച്ചു കളയേണ്ടി വരും. അവന്റെ കാരണവന്മാരെ എടുത്ത വഴി ചോദിച്ചത് അവൻ ചത്തോന്നാ. അപ്പൊ അവൻ എങ്ങനെയുള്ള ആളായിരിക്കും? ഇങ്ങനെ ഈ പിള്ളേർക്ക് ബൈക്ക് കിട്ടിക്കഴിയുമ്പോ ഒരു
അതുണ്ട്. അപ്പൊ അങ്ങനെ തട്ടി കഴിഞ്ഞാൽ കാലും വെഹിക്കിള് വിളിച്ചു. CCTV ഉണ്ടായിരുന്നു വണ്ടിയിലല്ല, കടയുടെ CCTV എടുത്ത് ഞാൻ ടോർസുകാരന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ ഇവനാണെങ്കിൽ ഒന്നുമില്ലാത്ത വീട്ടില. ഇവനെന്തെങ്കിലും കിട്ടണമെങ്കിൽ കാലും പോയില്ലേ, ആ പ്രായത്തിൽ കാല് മുറിച്ചു കളഞ്ഞു. പിന്നെ ഒരു കാല് മുറിച്ചു കളഞ്ഞു, വലത് കാലം കണ്ട് മുറിച്ചു കളഞ്ഞു. ഇവന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞു, ചേട്ടനെ പ്രതിയാക്കി ചേർത്താൽ അവൻ എന്തെങ്കിലും കിട്ടുള്ളൂ, ഒന്നുമില്ലാത്ത വീട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ലൈസൻസ് പറഞ്ഞു. അപ്പൊ പുള്ളിക്കും ഇങ്ങനെ പ്രായത്തിലുള്ള പിള്ളേരുള്ള പുള്ളി പറഞ്ഞു 1 മാസത്തേക്ക് എങ്ങാനും കട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ സമ്മതിക്കില്ല, എന്ത് കേസ് വന്നാലും കുഴപ്പമില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ പറയുള്ളൂ. പുള്ളിക്ക് ആ ഒരു മനസാക്ഷി വന്നുകൊണ്ട് പുള്ളി പറഞ്ഞു അവരുടെ ആ കൊച്ചിന്റെ കാല് പോയില്ല, എന്താ കുഴപ്പം, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു 1 മാസത്തെ ലൈസൻസ് കട്ട് ചെയ്യാവൂടെന്ന് പറഞ്ഞ് 1 മാസം കട്ട് ചെയ്തു. അതാ പുള്ളിക്ക് അത് തോന്നിയായിരുന്നെങ്കിലോ അവന് ക്ലെയിം കിട്ടില്ല, ഒന്നും കിട്ടൂല. അവൻ വന്ന സ്പീഡിന്റെ മീറ്റർ 70-80 കിലോമീറ്റർ സ്പീഡിൽ ആ മീറ്റർ സ്റ്റക്കായിക്കുക. ആ സ്പീഡിനല്ല വന്നതെന്ന് പറഞ്ഞാൽ പോലും കള്ളം പറഞ്ഞു ചെയ്യാൻ പറ്റില്ലല്ലോ, CCTV ഉണ്ട്. ആദ്യം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വീഡിയോസ്, ഹൈറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോസ്, അതെല്ലാം കഴിഞ്ഞ് ഈയിടെ ആയിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോസ് അതൊക്കെ അധികം ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആക്റ്റീവാ, എടുത്ത് പൊക്കുന്നു, കറക്കുന്നു, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഡാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തോന്നുന്നു. ചെറുതായിട്ടൊക്കെ അങ്ങനെ വേണമല്ലോ നമ്മള്. എന്താ പറയാ, പണ്ടൊക്കെ വലിയ താല്പര്യമായിരുന്നു ഡാൻസ് ചെയ്യാൻ. ഇല്ല, എന്റെ അടുത്ത് പബ്ലിക്കിൽ ഒന്ന് പോ, ഇങ്ങനെ ശരിക്കും സീരിയസ് ആയിട്ട് തന്നെ അറിയാം, ഒന്ന് പോ, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ ആള് ഇപ്പൊ വരുമ്പോ എന്തെങ്കിലും പ്രൊമോഷൻ ഉണ്ടെങ്കിൽ പറയണോട്ടോ, ബൈക്ക് സർവീസ് ആയിട്ടിരിക്കുക, എനിക്ക് ഡാൻഡ്രഫ് ഉണ്ട്, മുടി ഒട്ടാറ, എവിടെയെങ്കിലും പ്രൊമോഷൻ കിട്ടും. നിങ്ങൾക്ക് എല്ലാം പ്രൊമോഷൻ വഴി ഉണ്ട്. പിന്നെ കുറെയൊക്കെ നമ്മൾ മടുത്തിട്ട് ചെയ്യാത്ത, നമ്മൾ സെയിം ഒരു സാധനം നമ്മള് നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ, ചവറ് പോലെ ചെയ്യാറില്ല. നമുക്ക് നമ്മുടെ പ്രൊമോഷൻ അല്ല എല്ലാരും കാണുന്നത്, നമുക്ക് നമ്മുടെ ഒരു ഞങ്ങളുടെ ഒരു കെമിസ്ട്രി, ഞങ്ങളുടെ ഒരു ഫണ്ണ്, ആ ഒരു ഇതാണ് എല്ലാരും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഞങ്ങള് റിസോർട്ടിലൊക്കെ പോയായിരുന്നു പറക്കട്ടെ. അവിടെ വൈബ് ഞങ്ങളുടെ ലൈഫില് ഇത് പറക്കാനുള്ള പ്രൊമോഷൻ അല്ല, ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം അത്ര ഒരു നല്ല റോയൽ ടച്ച് ലക്ഷറി വീഡിയോ ഞങ്ങളുടെ എന്താ പറയാ, നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ നല്ല 2 ദിവസം ഞാൻ നല്ല ഓർമ്മകള്, നല്ല അടിപൊളിയായിരുന്നു. സ്റ്റാഫ് അടിപൊളിയൊക്കെ നല്ല, അങ്ങനെയൊക്കെ കുറെ കാര്യം നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി കുറെ. എപ്പോഴും വീഡിയോ എടുക്കുമ്പോ പെപ്പെ കുറച്ച് സീരിയസ് ആയിരിക്കും, അപ്പൊ ആ സീരിയസിൽ നിന്ന് കുറച്ച് മാറ്റം വന്നത് ഋതു എങ്ങനെ മാറ്റിയെടുത്തത്? എങ്ങനെ മാറ്റിയെടുത്തു? അതെന്നാന്ന് വെച്ചാ, ഞാൻ പരിചയപ്പെടുമ്പോ 400 ഫോളോവേഴ്സ് ഉണ്ട്. ഇന്നലെ എത്ര ആയടാ? 22,000 ഞങ്ങള് വഴക്കുണ്ടാക്കുമ്പോഴേ അത് എല്ലാരും ചോദിച്ച കേസാട്ടെ, എല്ലാരും അങ്ങനെയൊക്കെ ആയിരിക്കും. വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാം റിമൂവ് ചെയ്യും, ചുമ്മാ തമാശക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ എല്ലാം റിമൂവ് ആയി പോകുമല്ലോ. അതിന്റെ വഴക്കൊക്കെ അപ്പൊ തന്നെ തീരും, 5 മിനിറ്റ് കൊണ്ട് തീരും. കൊളാബ് ചെയ്യും. ഇനി കൊളാബ് ചെയ്തിട്ട് തന്നെ ആ എത്ര പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റ് ഫുള്ള് കൊളാബ് ചെയ്തിട്ട് തന്നെ വിളിച്ചാൽ മതി. ഇപ്പൊ ഞങ്ങൾ വഴക്കാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് എടുത്ത് ദേവു, അവള് ചേട്ടായിട്ട് വഴക്കാണോ? എങ്ങനെ മനസ്സിലായി? അല്ല ചേച്ചി കൊളാബൊക്കെ റിമൂവ് ചെയ്തു. ഡീപ്പ് കളയില്ല ഞങ്ങള്, കാരണം പബ്ലിക് പെട്ടെന്ന് അറിയില്ലോ. ഡീപ്പ് കളയില്ല, ചേച്ചി കൊളാബ് റിമൂവ് ചെയ്ത് ചേട്ടയുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ഒരുമിച്ച് വീഡിയോസ് ഒന്നും ഇല്ല. വഴക്കുണ്ടാക്കാൻ പറയും എന്റെ കൂടെയുള്ള ഡീപ്പ് റിമൂവ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിന് മുന്നേ സെർച്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോ കിട്ടിയില്ല എനിക്ക്. ഞാൻ വിചാരിച്ചവിടെ പോയി, എനിക്ക് കിട്ടിയില്ലായിരുന്നു. നിന്റെ കൊളാബ് ഉണ്ടായിരുന്നില്ല, വേറെ ഇതൊക്കെയായിരുന്നു. അല്ല ഞാനിപ്പോ രാവിലെ ആഡ് ചെയ്തു, ഇപ്പൊ ചോദിക്കുന്ന എനിക്ക് രാവിലെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചുമ്മാ താമസിക്ക്, നമ്മൾ ആ ഒരു ചുമ്മാ ഇങ്ങനെ ചക്കരയെ പൊന്നിയെന്ന് പറഞ്ഞാൽ പോരല്ലോ, നമ്മള് വഴക്കുണ്ടാക്കും, അതിന്റെ രീതിയിൽ തന്നെ വഴക്ക് പോകും. ഇപ്പൊ ആ സീരിയസ്നെസ്സിന്നൊക്കെ മാറി എപ്പോഴും ഡ്യൂട്ടി എന്നുള്ളൊരു മൈൻഡൊക്കെ മാറി ഫുള്ള് ഈ ഒരു ഇതിലേക്ക് വന്നല്ലേ? ഇതും അത്യാവശ്യം നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കണമല്ലോ. നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്ഷൻ അതല്ല, നമുക്ക് ചാൻസ് ആയാലും ഓപ്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും എല്ലാവർക്കും എപ്പോഴും കിട്ടത്തുമില്ല. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് കവിചേച്ചിക്ക് അറിയായിരിക്കും, ഞാനൊക്കെ ഫസ്റ്റ് ഒന്നും വരുമ്പോ ഇത്രയൊന്നും റീച്ച് ഒന്നും അല്ലായിരുന്നു. റീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും ആരും എടുക്കല്ല കേട്ടോ. അല്ല, ആദ്യം ഋതു ചെയ്തിരുന്നത് ഈ ഭാവനയുടെ ഒക്കെ ആയിരുന്നു, അങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അല്ല റീച്ച് എന്ന് പറയുമ്പോ എന്നാ റീച്ച് ആടിയെന്ന് ചോദിക്കാൻ നിൽക്കരുത്. ഞങ്ങൾ അറിയാതെ കുറച്ച് പേരുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെ പോയാലും തന്നെ അത്യാവശ്യം എല്ലാവർക്കും, വേറെ ആർക്കും അറിയില്ല, വണ്ടിക്കാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പെപ്പയുടെ ചേച്ചി അല്ലേ, പെപ്പയുടെ പെണ്ണല്ലേ? അത് ആന്റിന്റെ പെപ്പയുടെ വലിയ ഫാൻ. അങ്ങനെ കിട്ടിയ അങ്ങനെ ഇട്ടതാണ്, സ്വയം ഇട്ടതാണോ? അല്ല, എന്നെ തന്നെ വിളിക്കുന്നത് ഞാൻ കളയാക്കുന്നത്.
അങ്ങനെയാണ് നീ കളിയാക്കുന്നത്. പിന്നെ ഈ എടുക്കുന്നുണ്ട് മറ്റേ വെരിഫൈഡ് അക്കൗണ്ട് ഒക്കെ ആക്കി പറയും കണ്ടോ ബ്ലൂടിക്ക്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവനാ. കണ്ടോ നിനക്കുണ്ട് ബ്ലൂടിക്ക്, എനിക്കുണ്ട് ബ്ലൂടിക്ക്. കണ്ട് വേറെ അനന്ത് നമ്മുടെ ഒരു പയ്യനുണ്ട് ബസ്സേ കയറി പെട്ടെന്ന് നീ അക്കൗണ്ട് എടുത്ത് നോക്കിയാടാ ബ്ലൂടിക്ക് ഉണ്ടോ, കണ്ടോ എനിക്ക് ബ്ലൂടിക്ക് ആയെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോ എന്നിട്ട് പുള്ളിക്കാരത്തേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനാ ചെയ്തു കൊടുത്തത്. അപ്പൊ നീ ഇതുവരെയായിട്ടും ബ്ലൂടിക്ക് ഞാൻ ഇന്നലെ ആക്കി കൊടുത്തു. കണക്ക് പറയില്ലേ. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ആയി? എനിക്ക് 1,37,000. എത്രയായി? ഇന്നലെ 1,37,000 ആയി. സത്യത്തിൽ ഈ ഒരു റിലേഷന്റെ അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും ഫോളോവേഴ്സ് ആയത്? ഞങ്ങളുടെ കോംബോ ഒരു കോംബോ. അത് എപ്പോഴും പറയും ഞാനുള്ളോണ്ടാ നിനക്ക് 50,000 ഇത്രയായി. അതെ ഞാനുള്ളോണ്ടാ 422,000 ഞാനും പറയും. 50,000 ഒന്നിപ്പോ 1.5 ലക്ഷം ആവാറായി. അതിന് നിങ്ങളെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് തുടങ്ങണം. എന്റെ ആന്റി എപ്പോഴും പറയും കേട്ടോ, എന്റെ വീട്ടില് എന്തായാലും എടുക്കുന്നു. എന്റെ ആന്റി എപ്പോഴും പറയും ഫസ്റ്റ് ഒക്കെ ഞങ്ങളുടെ വീഡിയോസ് എടുക്കുമ്പോ എന്ത് കാണിക്കാനാണ് ഇങ്ങനെയൊക്കെ നോക്കി. ഇപ്പൊ ആന്റി പറയും യൂട്യൂബ് തുടങ്ങിയോ, എനിക്ക് അന്നേരമാണ് അവിടുത്തെ ഗൾഫിലെ ജോലി നിർത്തി നാട്ടിൽ വന്നെന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യിപ്പിക്കും. വലിയൊരു അയ്യോ ആന്റി ഭയങ്കര ഫോഴ്സിങ്ങാ. അമ്മയുടെ സിസ്റ്റർ ആണ്, പുള്ളിക്കാരി ഗൾഫിലാണ്. അപ്പൊ എന്നിട്ട് എപ്പോഴും പറയും നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഡ്രസ്സിന്റെ എന്തെങ്കിലും നീ യൂട്യൂബ് തുടങ്ങിയോ, അതാ തുടങ്ങാത്തെ, ഇതെന്താ തുടങ്ങാത്തെ എന്താ പറയോ. എന്നെ വെച്ചിട്ട് പുള്ളിക്കാരിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് അത് മോഡലുണ്ടല്ലോ വ്യൂസും ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാരും സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ട്. ഫേസ്ബുക്കിൽ നിന്ന് വരുമാനമൊക്കെ ആയില്ലേ? ഫേസ്ബുക്ക് ഞങ്ങൾ ആക്റ്റീവ് ഒന്നുമല്ല, നമ്മളുള്ളൂ ഇൻസ്റ്റാ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ വരുമാനം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പ്രൊമോഷൻ ഉണ്ടല്ലോ, ആവശ്യത്തിന് ഒരു പ്രൊമോഷൻ അത്യാവശ്യം. അതല്ലാതെ ഇതുകൂടെ ഒരു എക്സ്ട്രാ എക്സ്ട്രാ അത് വേണമെന്ന് പയ്യെ നമുക്ക് തുടങ്ങാം. നമ്മൾ എല്ലാവർക്കും വെറുപ്പിക്കണ്ടല്ലോ ഒരു ചാടി കയറിയെന്ന് വിചാരിച്ചു. അല്ല ഇത് തന്നെയാ എല്ലാവരും ഇൻസ്റ്റാ FB യൂട്യൂബും ഇട്ടോണ്ടിരിക്കുന്നേ. എല്ലായിടത്തും അല്ലേ. എന്നിട്ട് പതുക്കെ നിങ്ങളും ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ആക്ടിംഗ് ഒക്കെ നോക്കുന്നുണ്ടോ? ആക്ടിങ് ഋതു ഒരു കലാകാരി കൂടിയാണ്. അത് ചെറുതായിട്ട് വെറുതെ ഇപ്പൊ സിനിമ കാര്യങ്ങൾ അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കുന്നുണ്ടോ? താല്പര്യമുണ്ട്. അവസരം വന്നു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞു നീ അതിൽ വരാൻ നിൽക്കണ്ട, നമ്മുടെ ദിലീപ് ഏട്ടന്റെ കൂടെയുള്ള ഒരാളാണ് ബിനീഷ് എന്ന് പറഞ്ഞിട്ട്. നീ ഇതിന് വരാൻ നിൽക്കണ്ട, ഇതില് ജസ്റ്റ് തല മാത്രമേ കാണുള്ളൂ, നീ വന്ന് നിന്റെ വില കളയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. മീൻസ് ക്രൗഡ് അല്ലേ, നമുക്ക് ആ ഒരു വാല്യൂ തരുന്നുണ്ട്. വീഡിയോസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടല്ലോ, നിങ്ങൾ വെറുതെ ചുമ്മാ തല കാണിക്കണ്ട, നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുമ്പോൾ വിളിക്കാം എന്നൊക്കെ പറയാറുണ്ട്. കുറെ പേര് വിളിക്കും, പിന്നെ ആങ്കറിങ്ങിന് വിളിക്കാറുണ്ട്. പിന്നെ എല്ലാം ഞാൻ ഈ ഒരു വർഷം കൊണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കും. എൻ്റെ ഒരു ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നൊക്കെ ഇതിൽ ക്ലച്ച് പിടിക്കുമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. നമുക്ക് ഇതിലും കണ്ടന്റ്സ് വേണമല്ലോ, നമുക്ക് ഒരു കണ്ടന്റ് ഇട്ട് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ, ഇത് ഉണ്ടാക്കണ്ടേ. എല്ലാരും പറയും ചുമ്മാ വീഡിയോ എടുത്തിട്ടാ മതി, നീ ചുമ്മാ വീഡിയോ എടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയാ അതിനെ പറ്റി പാട്ട് കാര്യങ്ങള് ഡബ് ചെയ്യണം, അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. നമ്മള് ഇപ്പൊ എന്ത് കാര്യത്തിനാണ് ഭയങ്കര റിസ്ക്. ഇപ്പൊ ഈ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാര്യം മാത്രമല്ല, ഞാനിരുന്ന് ആങ്കർ ചെയ്യുന്നു, ഇതൊരു ജോലിയാണെന്ന് ആൾക്കാർക്ക് അറിയില്ല. ചുമ്മാ ഇരുന്ന് ചുമ്മാ വഴി പോകുന്നതിന് വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യണം. അവിടെ ചുമ്മാ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്താൽ പോരെ, പക്ഷെ ഇതൊരു ജോലിയായിട്ട് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴും. ജോലി എന്താ ജോലി, അതല്ല വേറെ ജോലിയില്ല. ഇതാണ് എന്റെ അടുത്ത് എന്താ ഇപ്പൊ എന്നോട് കഴിയുമ്പോ എന്താ ജോലി, ഇൻഫ്ലുവൻസർ ആണ്. ഞാൻ നല്ല ഇൻഫ്ലുവൻസർ ആണ്. ഇപ്പൊ എല്ലാവർക്കും ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോ വിലയുണ്ട്, ഇപ്പൊ വിലയുണ്ട്. അപ്പൊ അവര് അപ്പൊ വേറെ ഉണ്ട്, ലക്ഷങ്ങളായിരിക്കുമല്ലോ കിട്ടുന്നതെന്നാണ് അവരുടെ മൈൻഡില്. ഇപ്പൊ എല്ലാരും മൈൻഡില് ഇൻഫ്ലുവൻസ് പറയുമ്പോ ഒരു വീഡിയോ ഇടുമ്പോ അവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്, ഓരോ റീൽസിനും പൈസ കിട്ടുന്നുണ്ട്. വീഡിയോ കിട്ടും, ചുമ്മാ ഇരുന്ന് വീഡിയോ ഇരുന്ന് ഇട്ടാ മതിയെന്ന്. അപ്പൊ എന്തായാലും നിങ്ങള് നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങ്, ഭാവി പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. പറ്റുവാണെങ്കിൽ ഒരു ലൈസൻസ് എടുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്ക്, അടുത്ത കണ്ടന്റുമായിട്ട് വാ. ഓക്കെ താങ്ക് യു.